എന്താ സൂറത്ത് പറഞ്ഞ്? അപ്പോ മാഡത്തിന്റെ മരുന്ന് മാറ്റി വെച്ചതൊക്കെ ഓലാണോ? ആയിഷാന്റെ പെട്ടെന്നുള്ള ഈ മരണത്തിന്റെ കാരണം ഓളെ ഈ അസുഖമല്ലായിരുന്നു. ആ തള്ളി മകളും കൂടി ഓളെ മരുന്ന് മാറ്റി വെച്ചതാ. കുറേ ദിവസത്തെ മരുന്ന് കുടിക്കാണ്ടിരുന്നതും കഴിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ ഭക്ഷണങ്ങൾ ഓളെ കൊണ്ട് കഴിപ്പിച്ചതൊക്കെയാണ് ഇപ്പത്തെ ഈ മരണത്തിന് കാരണമെന്ന് ഇമ്മി മകളും കൂടിയും പറഞ്ഞത് റസീലിന്റെ ചെവിയോട് കേട്ടിക്കണ്. റസീൽ അതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്റെ പഠിച്ചോനെ, ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കണത്? മാഡത്തിന് സർജറി വരക്കുള്ള മരുന്ന് സാറെന്നവിടെ വാങ്ങി വെച്ചിട്ടാന്ന് എന്നോട് പറഞ്ഞതാ. പെട്ടെന്ന് മരുന്ന് തീർന്നപ്പോ അന്ന് ഞാനത് മാഡത്തിനോട് ചോദിച്ചതുവാ, ഇതിൻ്റെ ഒക്കെ ബാക്കിൽ ഒറ്റങ്ങളാണെന്ന്. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതെ ആയിഷ, എന്തൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നത്. സാറും മോളും കൂടെ ജീവിച്ച് പൂതി തീർന്നിട്ടുണ്ടായിരുന്നില്ല ആ പാവത്തിന്. അതിന്റെ ജീവൻ എടുത്ത പോലോട് പഠിച്ചോ പോലും പുറത്തുള്ള സൂറത്ത. ആയിഷയുടെ ഫോണിൽ നിന്നാ ഓലെൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, മീനുട്ടിനെറ്റ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് തള്ളി മോളും കൂടി പറഞ്ഞ കാര്യങ്ങളും മൊത്തം ആ ഫോണിൽ റെക്കോർഡാണത്രേ. അതൊക്കെ എൻ്റെ ഉമ്മാക്കും ഷാനുവിനും ഒക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടെന്നാ റസീല് പറഞ്ഞത്. ഓലോടൊക്കെ ഞാൻ എന്ത് തെറ്റാ സൂറത്ത ചെയ്യുന്നത്? എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് ഓർക്കൊക്കെ എന്ത് കിട്ടാനാ? ആ വൃത്തിയിട്ടോട് പറഞ്ഞൊരൊറ്റ വാക്കിൻ്റെ പുറത്താ എൻ്റെ പെരക്കാർ അന്നെന്ന് പട്ടിനെ പോലെ ഇറക്കി വിട്ടത്. അല്ല, ഓളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് അത് കണ്ണും പൂട്ടി വിശ്വസിക്കണം എൻ്റെ പെരക്കാരെയും ചിത്രയും കണ്ട കാലം മനസ്സിൽ കൊണ്ടുവരുന്ന ഓനും പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞില്ല ആയിഷ, ഒരു തെറ്റും അധിക കാലം മൂടി വെക്കാനാവൂല. എന്തായാലും കാര്യങ്ങളൊക്കെ ഓലക്കൊണ്ടന്നെ എൻ്റെ ഉമ്മാക്ക് വിളിച്ച് പറയിപ്പിച്ചിട്ടുണ്ട് റസീല്. ഇനി എന്താണ് എൻ്റെ ഉമ്മാക്കും ഷാനുവിനൊക്കെ എന്നെക്കുറിച്ച് പറയുള്ളതെന്നും കൂടി കേൾക്കണല്ലോ. ഇത്രയും നേരം ജ്വലിപ്പിച്ച കണ്ണീരിന് ഓലെന്താ മറുപടി പറയാൻ പോണ്? ഇനി പറയാനുള്ളത് ഓർക്കല്ല സൂറത്ത, നിക്ക. ആദ്യം ഷാനൊക്കാക്കും ഉമ്മാക്കൊക്കെ ഇനി എന്താ പറയാനുള്ളത് നിക്ക് കേൾക്കണം. അത് കേൾക്കട്ടെ ഞാൻ ആദ്യം, എന്നിട്ട് ഞാൻ പറയാം നിക്കെന്താ ഞാൻ പറയാനുള്ളത് എന്നുള്ളത്. ആരെ വിളിക്കണേ? ഷാനുവൊക്കെയാണ്. ഇജെന്താ ഫോൺ എടുക്കാത്തത്? ഫോൺ എടുക്കേ? ഇന്നലെ തൊട്ട് ഞാൻ ഈ മനുഷ്യന്റെ ഫോണൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ഇടങ്ങറായിക്കണെന്ന് അറിയോ സുഹൃത്താക്ക്? ചെയ്ത തെറ്റെന്താന്ന് പോലും തിരിച്ചറിയാണ്ട് എത്ര വരെ ഞാൻ സങ്കടപ്പെട്ടെന്നറിയോ? ഇനി ഫോൺ എടുക്കല്ല, എനിക്ക് നേരി കാണണം. എൻ്റെ ഉമ്മാനും ഷാനോക്കാനൊക്കെ എനിക്ക് നേരി കണ്ടിട്ട് തന്നെ സംസാരിക്കണം. ഇന്ന് അജ്ജ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ച് പറയട്ടെ? വേണ്ട സുഹൃത്താ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ആരാ, ഷാനുനെയാണാ? അല്ല, ഇമ്മയാണ്. വിളിക്കട്ടെ? ഇതുവരെ ആട്ടിപ്പാച്ചവരൊക്കെ മാറി മാറി വിളിക്കട്ടെ. ആശാത്ത, ആശാത്ത എവിടെ ഇരുന്നപ്പോ ഞങ്ങളൊക്കെ എപ്പോഴാ കാര്യങ്ങളൊക്കെ? മാറി നിൽക്കടി അങ്ങോട്ട്, അല്ലെങ്കിലും നിക്ക് കാണേണ്ടതും പറയേണ്ടതും എന്നോടല്ല. വിളിക്കൻ്റെ ഉമ്മനെ. മോളെ, മോളോ? ആരുടെ മോള്? കുറച്ചു മുന്നേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എനിക്കിങ്ങനൊരു മോളില്ല, ഞാൻ മരിച്ചു പോയിന്ന്? ഇനി അങ്ങനെ തന്നെ കണക്കാക്കിയാൽ മതി. ഈ ആവശ്യങ്ങളെല്ലാവരും മനസ്സിലുള്ള ജീവിതത്തിൽ നിന്ന് മരിച്ചുപോയി, മരിച്ചുപോയി. ആയിഷോ, ഈ ജിമ്മാട് പൊറുക്കടി. അവിടുന്ന് അങ്ങനൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ
അപ്പത്തൊഴുതിലും അതൊക്കെ വിശ്വസിച്ച് പോയി. ഇപ്പോഴമ്മക്ക് സത്യമൊക്കെ മനസ്സിലായത്. ഇങ്ങനൊക്കെ ഉണ്ടാവുന്ന ഞങ്ങളാരും വിചാരിച്ചതല്ലല്ലോ. ഐഷാത്താനെ കുറിച്ച് അങ്ങനെ കണ്ട് കേട്ടപ്പോൾ മുണ്ടരുത് ചെയ്. സ്വന്തം കൂടെപ്പറപ്പിന്റെ ജീവിതം ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കണ അന്നെ പോലത്തെ ഒരു അനിയത്തി ലോകത്ത് വേറൊരാൾക്കുണ്ടാവില്ലടി. ചെറുപ്പം തൊട്ട് എനിക്ക് വേണ്ടതൊക്കെ അനക്ക് തന്ന് ശീലിച്ചോളാം ഞാൻ. ഇനിന്റെ ജീവിതം കൂടി ഞാൻ എനിക്കിപ്പോ ദാനമായിട്ട് തരിക. ഇത് ജീവിക്കടി, ജീവിക്കടി. ഷാനാക്കി മുത്തമ്മ വന്നോ? എന്താ അവിടെ തന്നെ നിക്കണേ? കേറി വരി രണ്ടാളും. കാണണ്ടേ? പിഴച്ചു പോയി ആയിഷാന്ന് നേരെ കാണണ്ടേ? കേറി വരി. സോറി ആയിഷ, എന്നോട് പൊറുക്കണം. പൊറുക്കേ? ഇങ്ങളോടോ? ഇത്രയും കണ്ട കാലം ഇങ്ങളിപ്പോത്തെ ഒരാളെങ്കിലും ഞാൻ സ്നേഹിച്ച് കൊണ്ടെടുത്ത് ആലോചിക്കുമ്പോ എനിക്ക് ഇന്നോടൊന്ന് അറപ്പ് തോന്നിപ്പോ. ചെറുപ്പം തൊട്ട് നിങ്ങളെ ഒരാളെ മനസ്സിൽ കൊണ്ട് നടന്നോളാം ഈ ആയിഷ. അന്ന് തൊട്ട് ഇതാ ഈ നിമിഷം വരെ നിങ്ങളെ സ്ഥാനത്ത് വേറെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള എന്നോട് ഒരു 2 ദിവസത്തെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് എന്റെ സ്ഥാനത്ത് എന്റെ അഞ്ചത്തിനെ കണ്ടോളങ്ങള്. അങ്ങനെയുള്ള ഇങ്ങളോട് എനിക്ക് പൊറുക്കാനല്ല, മനസ്സോട് അടി ഇറക്കാനാ തോന്നുന്നത്. നിങ്ങളോട് ഞാൻ ചെയ്ത തെറ്റെന്താ? എല്ലാരും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താ ഞങ്ങളോടൊക്കെ ചെയ്ത തെറ്റ്? മൂത്തമാട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ തെറ്റ്. അതെന്താന്നറിയോ? ഇവർക്കൊക്കെ വേണ്ടി മൂത്തമാനോട് കള്ളം പറഞ്ഞു ആരാ വീട്ടില് ജോലിക്ക് പോയി. ആ ഒരു തെറ്റ് മാത്രം. അതും ഇതാ ഇവൾ ആഗ്രഹം സാധിക്കാൻ വേണ്ടി, എന്റെ ഉപ്പാക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി. അത് ഞാൻ പാലിച്ചു. ഒരു കണക്കിന് നന്നായുള്ളൂ ഉമ്മ. നിങ്ങളെല്ലാവരും ഈ ചെയ്ത കാര്യം കൊണ്ട് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. ഇത്രയും കണ്ട കാലം ഞാൻ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നത് വെറുതെ ആയിരുന്നു. ശരിക്കും മനസ്സിലായി. ഇത് ഞങ്ങളൊക്കെ എന്തു വേണമെങ്കിലും പറഞ്ഞോ, ഓർക്കാൻ പറ്റാത്ത തെറ്റിനെ ഞങ്ങൾ അന്നെ പറഞ്ഞതൊക്കെ. പക്ഷെ ഓല പറഞ്ഞതൊക്കെ കേട്ടപ്പോ ഈ കഴിഞ്ഞ 2 ദിവസം ഇന്നൊക്കെ എല്ലാവർക്കും എന്നോടുണ്ടായ തോന്നലുണ്ടല്ലോ, ഒരു പിഴച്ചു പോയോളാന്നുള്ള തോന്നല്. അതേ തോന്നല ഇപ്പൊ നിങ്ങളോടും ഈ നിക്കണ എന്റെ അഞ്ചത്തിനോട് എനിക്ക് തോന്നണത്. വെറുത്തുപോയി ഉമ്മ. എല്ലാരും ഈ ആയിഷ വെറുത്തുപോയി. മൂത്തമ്മാടെ കുട്ടി ഞങ്ങളോട് പൊറുക്ക്. അന്ന് എല്ലാവരും കൂടി മുന്നിൽ വെച്ചിട്ട് അങ്ങനൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മറുത്തൊന്നും ചിന്തിക്കാനും തോന്നിയില്ല. എന്തായാലും അവിടുത്തെ സാറ് വിട്ടുന്ന മെസ്സേജും വീഡിയോകളൊക്കെ ഷാനുവിൻ്റെ മൂത്താപ്പാൻ്റെ മക്കളും മൂത്താപ്പി എല്ലാവരും കണ്ട്. എല്ലാവർക്കും ഇജ് തെറ്റിയാരില്ല എന്നുള്ള ബോധ്യം ഇപ്പം നന്നായി മനസ്സിലാക്കണം. ഷാനുവിനും അന്നത്തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നാ പറഞ്ഞത്. കല്യാണോ? ഇയാളേറ്റോ? മൂത്തമ്മക്കെന്താ തമാശ പറയണോ? എന്റെ ജീവിതം അങ്ങനെ ഇയാളെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ ഒരു കുട്ടിക്കളിയാക്കാൻ നടക്കുകയില്ല ഞാൻ. ഉടുപ്പ് മാറും പോലെ മനസ്സ് മാറാന് ആയിഷ ഇങ്ങളെ മോന്റെ പോലെ അത്ര വൃത്തി കെട്ടോളല്ല. കൊടുക്ക് ഇമ്മക്കൊരു തെറ്റ് പറ്റിപ്പോയി കുട്ടിയെ. മതി. ഇനി എത്ര തന്നെ കരഞ്ഞാലും കാലം പിടിച്ചാലും നിങ്ങളൊന്നും കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂലമ്മ. നിങ്ങളെല്ലാരും തീരുമാനിച്ച പോലെ ഇതാ ഇമ്മടെ ഈ മോളെ പിടിച്ച് ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്ക്. ജീവിക്കട്ടെ അവര്.
അല്ലേലും മൂത്തമ്മയുടെ മോനക്ക് ചേർന്ന പെണ്ണല്ല ഞാൻ. ഈ മനസ്സിൽ ചേർന്ന പെണ്ണ് ഇവളല്ല. ജീവിക്കട്ടെ, രണ്ടാളും കൂടി ജീവിക്കട്ടെ. ആരാ വീട്ടു ജോലി ചെയ്ത് തയമ്പിച്ച കൈ അത്. ഇനി എത്ര വേണമെങ്കിലും ആ പാത്രം ഒരു ജീവിക്കേണ്ടി വന്നാലും ഇതുപോലെ ഒരാളെ ഭാര്യയായിട്ട് ജീവിക്കണേൽ നല്ലത് മരിച്ചു കളയണതാ. പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് കയറി വന്നത് എന്റെ ഉമ്മ അടക്കം എല്ലാരും സത്യം മനസ്സിലാക്കി എന്നെ വീണ്ടും സ്നേഹിക്കുന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. എനിക്കിതൊക്കെ നിങ്ങൾ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു. അത് തീർന്ന് ഞാൻ പോവാ. വേറെ ഏതെങ്കിലും വീട്ടു ജോലിക്കാരിയായിട്ട് നിന്നാലും ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ എന്നെ കൊണ്ടാവൂല. ആയിഷ പോവുക. ആയിഷോ, ഇമ്മയുടെ കുട്ടി പോവല്ലേ. ഇമ്മാൻ ആലോചിച്ചിട്ട് ഇമ്മയുടെ കുട്ടി ഇവിടുന്ന് പോവരുത്. വേണ്ടമ്മ, വേണ്ട. ഇമ്മ നാളെ തന്നെ ആട്ടി ഇറക്കിയില്ലേ. ഉള്ളു പെടയുടെ വേദനയോടെ തെറ്റെന്താന്ന് പോലും മനസ്സിലാവാതെ ഞാനിവിടെ കരഞ്ഞു തളർന്നു വീണത്. ഇപ്പം ഉമ്മാക്ക് മനസ്സിലായില്ലേ, ഉമ്മയുടെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായില്ലേ. അത് മതി, അത് മതി. പോവാ ഞാൻ. ഇനിയൊരു തിരിച്ചു വരവ് ഈ ആയിഷയുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. കുട്ടി ഉറങ്ങി ആയിഷ? ആ, ഉറങ്ങി. റസീല് വിളിച്ചിരുന്നു. ആ തള്ളനെ മോളെ പോലീസ് കൊണ്ടുപോയത്രേ. ആ അമ്മായി തള്ളനെ മകന്റെ മരോളും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതിന് മകൻ തന്നെ പെരേന്ന് പിടിച്ച് പുറത്താക്കിയതാണത്രേ. അതിന്റെ ശേഷം റസീലിന്റെ പെരയിൽ കയറി പറ്റിയത്. അപ്പൊ ഇതുപോലെ സ്ഥിരം പണി തന്നെയാണല്ലേ? അത് മാത്രല്ല മോളെ, ഈ റുബി എന്ന് പറഞ്ഞോളെ ഒരു പാവം പെണ്ണിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് അതിന്റെ മാപ്പിളിനെയും കൈക്കലാക്കി 3-4 മാസം അതിന്റെ കൂടെ ജീവിതം തുടങ്ങിനത്രേ. അതിന്റെ ഇടയ്ക്ക് ആ ചങ്ങായിക്ക് എന്തോ അസുഖം വന്ന് കിടപ്പിലായപ്പോ അയാളെ ഉപേക്ഷിച്ചിട്ട് ഇട്ടെറിഞ്ഞു പോന്നതാണെന്ന്. ഒരുപാട് ആൾക്കാരെ കണ്ണീര് വാങ്ങി വെച്ചതല്ലേ എമ്മയും മോളും കൂടി. എല്ലാത്തിനും കൂടിയുള്ള ശിക്ഷ ഇനി ഓൾക്ക് പടച്ചോൻ കൊടുത്തോളും. തെളിവും കാര്യങ്ങളും ഒക്കെ ഓൾക്ക് എതിരായതുകൊണ്ട് തള്ളി മകളും ഞാൻ അടുത്ത കാലത്തൊന്നും പുറലോകം കാണൂല. സ്വന്തം മകൻക്ക് പോലും വേണ്ടാത്ത സ്ഥിതിക്ക് ആരും ആ കേസിന്റെ പിന്നാലിട്ട് നടക്കാനും പോണില്ല. ഇനി ജീവിതകാലം മൊത്തം അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. നാളെ രാവിലെ റസീല് വരും മോളെ കൊണ്ടുപോവാന്. അടുത്ത ആഴ്ച മോളെയും കൊണ്ട് ഖത്തർക്ക് പോവാണെന്നാ പറഞ്ഞത്. അതെന്നെ നല്ലത്. മേടില്ലാത്ത ആ വീട്ടില് സാറിന് മോളെയും കൊണ്ട് നിൽക്കാൻ ഒക്കൂല. അത്രക്ക് സ്നേഹമായിരുന്നു ഓല് തമ്മിൽ. അല്ല ഷോ, എന്താ എൻ്റെ തീരുമാനം? ഇനി വീട്ടിലേക്ക് തിരിച്ചു പോണില്ല എന്ന് തന്നെയാണോ? ഇനി എന്നെ കൊണ്ട് അതിന് പറ്റൂല സൂറാത്ത. 3 ദിവസം കൂടിയും കഴിഞ്ഞാൽ ഷാനോക്കാൻ്റെ ആദ്യം കല്യാണമാണ്. ഓലെ കണ്ടുകണ്ട് ആ വീട്ടിൽ ജീവിച്ച് തീർക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ എന്താ മോളച്ച് കാട്ടാൻ കണ്ടിക്കണത്? ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കാന്നാ? നാളെ മീനോട്ട് പോയി കഴിഞ്ഞാൽ ഞാനും പോവും. പോവേ? എങ്ങണ്ട്? അതൊന്നും എനിക്കറിഞ്ഞൂടാ.
പക്ഷെ എനിക്ക് പോകണം. ഈ നാടുമായിട്ടും എൻ്റെ വീടുമായിട്ടും ഒരു ബന്ധമില്ലാത്ത എങ്ങോട്ടെങ്കിലും പോകണം. എന്തൊക്കെ ഐശ്വര്യ പറഞ്ഞത്? ഇജ് ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നോ? അതൊന്നും ശരിയാവൂല. ഇന്നെ തടയരുത് സൂറാത്ത. സൂറാത്ത് പേടിക്കണ്ട. പടച്ചോൻ തന്ന ആയുസ് തീരും വരെ ആരും പേടിച്ച് ഈ ആഴ്ച ജീവിതം അവസാനിപ്പിക്കൂല. മാന്യമായിട്ടുള്ള എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും ഞാൻ എവിടെയെങ്കിലും ജീവിക്കും. എൻ്റെ വീട്ടുകാരെ ഒരു വിവരം അറിയാൻ പറ്റാത്ത ഏതെങ്കിലും നാട്ടിൽ. ഇനി എന്നാ ഞാനൊരു സുന്ദരിക്കുടിനെ കാണുക? അശ്വന്തിക്ക് പാസ്പോർട്ട് ഉണ്ടാ? ഉണ്ടല്ലോ. എന്തേ? അശ്വന്തിക്ക് മീനുട്ടിനെ കാണാതെ വന്നുമ്പോ കത്തക്ക് വരിക. നോക്ക്, ഐശാൻ്റെ കുട്ടി പപ്പാനെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യാണ്ട് എന്നും നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടാ. പപ്പാക്ക് ഇനി മോള് മാത്രമേ ഉള്ളൂ. ഐശാൻ്റെ കുട്ടി പപ്പ പറഞ്ഞതൊക്കെ കേൾക്കണം കേട്ടാ. പപ്പ വന്നേ തോന്നണ. കേറി വരസിലെ മീനുട്ടി എന്തി സുരത്ത? പപ്പ വീട് മാറിയിട്ട് മീനുട്ടി പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയ ആയിഷ? ഓളെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ കാരണം ആയിഷക്ക് ഉണ്ടായ നഷ്ടം ചെറുതല്ല എന്നറിയാം. എങ്ങനെ ഇതിനൊക്കെ മാപ്പ് ചോദിക്കണ്ടെന്ന് പോലും നിക്കറിഞ്ഞൂടാ. സാർ എന്നോട് മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല. സാറ് കാരണം നിക്കൊന്നും നഷ്ടമായിട്ടുമില്ല. എൻ്റെ ജീവിതത്തിലെ വലിയൊരു തെറ്റ് തിരുത്താൻ സാറും മേഡും മീനുട്ടിയൊക്കെ ഒരു കാരണമായി എന്നുള്ളതിൽ സന്തോഷം എനിക്കിപ്പോൾ തോന്നണുള്ളൂ. അതേ റസീലെ, അല്ലെങ്കിൽ ഓനക്ക് ചേർന്ന പെണ്ണ് ഇവളല്ല, ഇവളെ അഞ്ചത്തിയാ. അത് അധികം വൈകാതെ തന്നെ ഓനക്കും ഓൻ്റെ ഉമ്മാക്കും ഇവളമ്മാക്കും ഒക്കെ ബോധ്യമാവാൻ കെടുക്കണേ ഉള്ളൂ. ഇനി എന്താ ആയിഷാന്റെ പ്ലാന്? വീട്ടിലേക്ക് തിരിച്ചു പോകൂലെന്ന് തന്നെയാണോ? അതേ റസീലെ, കൂലിപ്പണി എടുത്ത് ജീവിക്കേണ്ടി വന്നാലും ഓളിഞ്ഞാ പെരേക്ക് തിരിച്ചു പോകില്ലാന്ന് തന്നെ പറഞ്ഞത്. അനക്ക് പറ്റുമെങ്കിൽ ഓൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? പെട്ടെന്നൊരു ജോലി എന്നൊക്കെ പറയുമ്പോൾ ആയിഷക്ക് കുറച്ച് മാസങ്ങളും കൂടി മീനുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? മീനുട്ടിനെ നോക്കാനോ? അപ്പോ ഇജ് കുട്ടിനായിട്ടല്ലേ ഖത്തർക്ക് പോണത്? ഖത്തറിലെ ബിസിനസ്സിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായില്ലേ. ഞാനിപ്പോൾ അവിടെ തിരിച്ച് ചെന്നാലും അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടുമ്പോഴത്തേനും കുറച്ച് ടൈമാവും. മോളേറ്റിപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്കകത്ത കാര്യങ്ങളൊക്കെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ബിസി ആവുമ്പോൾ മോൾക്കും അത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. വേറൊരു വഴിയില്ലാത്തോണ്ടാ ഞാൻ ഓളേറ്റ് പോകാമല്ലോ എന്ന് വിചാരിച്ച്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ മോളെ അങ്ങോട്ട് കൊണ്ടുപോകും. അതുവരെ പറ്റുച്ച ഐഷക്ക് മോളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ? ഇനി ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ അവിടെ വന്ന് നിൽക്കലൊരു ബുദ്ധിമുട്ടാവുച്ച ഞാൻ പോണെന്ന് വന്നാലും മതി. അതാവുമ്പോൾ പിന്നെ മോളും ഐഷ മാത്രമല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. മോളെ ഞാൻ ഖത്തറിലേക്ക് കൊണ്ടുപോകുമ്പോത്തിന് ഐഷക്ക് ഞാൻ മറ്റെന്തെങ്കിലും നല്ലൊരു ജോലി റെഡിയാക്കാനും നോക്കാം. എന്താ ഇജൊന്നും പറയാത്തത്? എന്താ എൻ്റെ അഭിപ്രായം? സാറുള്ള വീട്ടിൽ നിൽക്കാൻ നിക്കൊരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല മറ്റാരെക്കാളും നിക്ക് സാറിന് വിശ്വാസമാണ്. പൈസന്റെ മീനുട്ടിന്റെ കൂടെ വരിക. ഐശാൻ്റെ വരാം. ഞാൻ അവരെ കൂടെ പോവുക സൂറത്ത. എന്തായാലും മറ്റന്ന് ആ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ
എനിക്കിവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഇന്നെ പോയാൽ അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒന്നും കാണണ്ടല്ലോ. ഞാനും പോരാ. ഐശാന്റി കൂടെ ഉണ്ടെങ്കിൽ മീനുട്ടി ഹാപ്പിയാണ് പപ്പ. എന്നാ റസീലിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇജ് പോകാൻ റെഡി ആയിക്കൂടെ ആയിഷ? ഹലോ, അനക്ക് എന്താ വേണ്ടത്? എനിക്ക് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പൊ ഇച്ചിന്നെ ചതിക്കായിരുന്നു അല്ലേ? അനക്ക് കാര്യം മനസ്സിലായല്ലോ. അതന്നെയാണ് കാര്യം. എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളെ എന്തുകൊണ്ടും നിന്നെക്കാൾ നന്നായി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോലിയുണ്ട്, പോരാത്തതിന് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും. പിന്നെ എനിക്കെന്തിനാ അന്നെ പോലെ ഒരാൾ ആവശ്യം? കഴിഞ്ഞതൊക്കെ മറക്കാൻ എന്നെ കൊണ്ട് എങ്ങനെ പറ്റണു അതി? അങ്ങനെ മറക്കാൻ പറ്റുന്നില്ലെങ്കിലേ വല്ല റെയിലിനും പോയി തല വെക്കാൻ നോക്ക്. അന്നോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നതൊക്കെ നേരാ എന്ന് കരുതിയിട്ട് അന്നെ പോലെ ഉള്ള ആളെ കൂടെ ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. മേലെ ഈ കാര്യം പറഞ്ഞ് എനിക്ക് നീ വിളിച്ചാലുണ്ടല്ലോ കല്യാണം കഴിക്കണം പോലും.